Dear students, welcome to our new Hindi class. Today we can revise previous chapters from chapter 1 Meera Ka Ek Din to chapter 7 Chimata. Chapter 3 Diary Ke Panne and chapter 6 Bada Kaun were excluded from our portions this year. Let us revise parts for exam from each chapter. छात्र प्लीज लिसन पन्ना 5 पार्ट 1 मीरा का एक दिन। इसमें हमें क्या क्या पढ़ाता है? वार्तालाप पढ़ता है। वार्तालाप मीन्स കോൺവെർസേഷൻ. फिर പിന്നീട് എന്താ പഠിച്ചത്? മേ पर के ऊपर के नीचे का सही प्रयोग करता है. में मीन्स इन, पर ഓൺ, ऊपर മുകളിൽ അല്ലേ, नीचे താഴെ. इतना कार्य ये पाठ से हमें पढ़ा. पन्ना 6 देखो, इसमें एक प्रश्न है. प्रश्न मीन्स क्वेश्चन. क्वेश्चन एक, रसोई में क्या क्या है? रसोई മീൻസ് കിച്ചൺ. കിച്ചണിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ള ക്വസ്റ്റ്യനാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ കിച്ചണിലുള്ള സാധനങ്ങൾ എന്തൊക്കെയായിരുന്നു ടീച്ചർ അന്ന് പറഞ്ഞത്? ഗിലാസ്, ചമ്മച്ച്, ബർത്തൻ, താലി, കടായി, चाकू, झाड़ू, ओखली, चूल्हा, चिमटा आदि है. इसका अर्थ भी देखो. गिलास मीन्स ग्लास, चम्मच स्पूൺ, ബർത്തൻ പ്ലേറ്റ് പാത്രം എന്നൊക്കെയുള്ള, കടായി പാന്, ചാക്കു നൈഫ് കത്തി, താലി പ്ലേറ്റ്, ജാഡു ജാഡു എന്താ? ചൂല്, ചൂൽഹ അടുപ്പ്, चिमटा टोंग्स. उसी प्रकार पन्ने 7 में मीरा के कमरे में क्या क्या है? नेक्स्ट प्रश्न, മീരാ കെ കമരേ മേ ക്യാ ക്യാ ഹെ? മീരയുടെ റൂമിനകത്ത് എന്തൊക്കെയാണുള്ളത് എന്നല്ലേ. ആദ്യം കിച്ചണകത്താണെങ്കിൽ പിന്നെ മീരയുടെ റൂമിലാണ്. റൂമിനകത്ത് എന്തൊക്കെയാണ്? മേസ് ടേബിൾ, കുർസി ചെയർ, ഗഡി ഗഡി ക്ലോക്ക്, അലമാരി അലമാരി, പങ്ക പലങ്ക് പലങ്ക് മീൻസ് കോട്ടാണ്, കട്ടിൽ, ബിസ്തർ തക്കിയ ബിസ്തർ बेड, तकिया पिल्लो आदि है. इस पेज के लास्ट में ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വർക്ക് കൊടുത്തിട്ടുണ്ട്. മേപ്പർ വെച്ചിട്ട് ഫില്ല് ചെയ്യാനുള്ളത്. മേ എന്ന് പറഞ്ഞാൽ ഇൻ എന്നുള്ള മീനിങ്ങും, അതായത് ഉള്ളിൽ എന്നുള്ള, പെർ എന്ന് പറഞ്ഞാൽ ഓൺ മുകളിൽ എന്നുള്ളത്. ടീച്ചർ ഓൾറെഡി എടുത്ത ക്ലാസ്സാണ്, ഒന്നുകൂടി പറയാം. അലമാരി മേ ബർത്തൻ ഹെ, അലമാരിയിലാണ് പാത്രങ്ങളുള്ളത്. പിന്നെ മേസ് പർ കിതാബ് ഹെ, മേശയുടെ മുകളിലാണ്, ഓൺ എന്നുള്ള മീനിങ്, കിതാബ് പുസ്തക് ഹെ. ദീവാർ പർ ഗഡി ഹെ, ദീവാർ മീൻസ് വാള്, ചുമരിലാണ് ക്ലോക്ക് വെച്ചിട്ടുള്ളത്. ഉസി പ്രകാർ പേജ് നമ്പർ 10 देखो, पाढ़ दो तितली रानी. इसमें हमें क्या क्या पढ़ाता है? चित्र में एक बगीचा है ले, बगीचा मीन्स गार्डन. प्रस्तुत बगीचे में अनेक रंगों का फूल है. ഏതൊക്കെ നോക്കാം. പീല യെല്ലോ, പീല രംഗ് യെല്ലോ കളർ, ലാൽ റെഡ്, നീല ബ്ലൂ, സഫേദ് വൈറ്റ്. നമ്മൾ ഇത്രയും കളേഴ്സ് നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചതാണ്. നിങ്ങളതൊക്കെ ഒന്ന് നോക്കുക. പന്ന സംഖ്യ 12 देखो, ചിത്രമേ ക്യാ ക്യാ ഹെ? ചിത്രത്തിൽ എന്തൊക്കെയാണുള്ളത്? ചിത്രമേ പൗധേ ഹെ, ഫൂൽ ഹെ, തിത്ലിയാം ഹെ. പൗധേ മീൻസ് പ്ലാന്റ്സ്, ഫൂല് ഫ്ലവർ അല്ലേ, ഫ്ലവേഴ്സ്, തിത്ലിയാം ബട്ടർഫ്ലൈസ്. ഇത്രയാണ് ചിത്രത്തിൽ കാണുന്നത്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തിത്ലിയാം കഹാം ഹെ? ഈ ബട്ടർഫ്ലൈസ് ഒക്കെ, പൂമ്പാറ്റകളൊക്കെ എവിടെയാണ്? തിത്ലിയാം ഫൂലോ പർ ഹെ, പൂക്കളിലാണ് അല്ലേ. നെക്സ്റ്റ്, തിത്ലിയാം കെ പങ്ക് രംഗ് ബിരംഗേ ഹെ അല്ലേ. പിന്നെന്താ? തിത്ലിയാം എവിടെയാണ് കാണുന്നത്? തിത്ലിയാം കഹാം ഹെ? തിത്ലിയാം ഫൂലോ പർ ഹെ, തിത്ലിയോ കെ പങ്ക് രംഗ് ബിരംഗേ, പല വർണ്ണങ്ങളിലുള്ള
ചിറകുകളാണ് അതിനുള്ളത്. തിത്തിലിയാം ക്യാ ക്യാ കർത്തി ഹേ? തിത്തിലിയാം ഫൂലോ പർ ജാത്തി ഹേ. തിത്തിലിയാം പൂക്കളിലേക്ക് പോകുന്നു. പിന്നെന്ത് ചെയ്യും? ഫൂലോം സേ രംഗ് ചുരാക്കർ, അല്ലേ? അപ്പിന പങ്ക് സജാത്തി ഹേ. പൂക്കളിലെ നിറങ്ങളെ മറച്ചുകൊണ്ട് തൻ്റെ ചിറക് വിടർത്തിയിരിക്കുകയും ചെയ്യുന്നു, അല്ലേ? പിന്നെ അതിലൊരു വിവരണം കൂടിയുണ്ട്. ആ വിവരണം ഒന്ന് നോക്കാം നമുക്ക്. ഏക്ക് ബഗീച്ച ഹേ. ബഗീച്ച ഒരു ഗാർഡൻ്റെ പിക്ചറാണ്. അത് തന്നിട്ടാണ് നമുക്ക് വിവരണം തയ്യാറാക്കാനുള്ളത്. ഏക്ക് ബഗീച്ച ഹേ. ബഗീച്ച എന്ന് പറഞ്ഞാൽ ഗാർഡൻ. ഏക്ക് സുന്ദർ ബഗീച്ച ഹേ. ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബഗീച്ചയാണ്. ബഗീച്ച മേ കൈ പ്രകാർ കെ പൗധേ ഹേ, അല്ലേ? പല തരത്തിലുള്ള സസ്യങ്ങളുണ്ട്. പൗധ മേ രംഗ് ബിരംഗി ഫൂല് ഹേ. അതുപോലെ പൗധ മീൻസ് പ്ലാന്റ്സിൽ പല വർണ്ണങ്ങളിലുള്ള പൂക്കളുണ്ട്. ഫൂലോം പർ കൈ തിത്തലിയാം ഹേ. അതുപോലെ പൂക്കളിൽ ധാരാളം ബട്ടർഫ്ലൈസ് ഉണ്ട്, അല്ലേ? തിത്തലിയാം ബി രംഗ് ബിരംഗി ഹേ. അതുപോലെ ബട്ടർഫ്ലൈസും നല്ല കളർഫുള്ളാണ്. നെക്സ്റ്റ് തേർഡ് ചാപ്റ്റർ അവോയ്ഡ് ചെയ്തതാണ്. പിന്നെ ഫോർത്ത് ചാപ്റ്റർ പിന്നെ സംഖ്യ 19 മേരാ ദേശ് മഹാൻ. ഇതിൽ നമുക്ക് പ്രൊഫൈൽ തയ്യാറാക്കാനാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. പന്നസംഖ്യ 21 പേജ് നമ്പർ 21. ഇതിൽ രാജധാനി നയി ദില്ലി, രാജഭാഷ ഹിന്ദി, രാഷ്ട്രീയ ജണ്ട തിരങ്ക, രാഷ്ട്രീയ ഫൂൽ കമൽ, രാഷ്ട്രീയ ഫൽ ആം, രാഷ്ട്രീയ ജാൻവർ ബാഗ്, രാഷ്ട്രീയ പക്ഷി മോർ, രാഷ്ട്രീയ ഗാൻ ജനഗണമൻ. इतना भी बस है. नेक्स्ट पार्ट 5 हम बच्चे. ഈ പോയത്തിൽ പേജ് നമ്പർ 24 സിനോണിംസും അതുപോലെ തന്നെ നമൂനയ്ക്ക് അനുസാർ ലിഖേ. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം ജോഡാ ബനായി കൂട്ടിച്ചേർക്കാൻ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് സിനോണിംസ് നമുക്ക് നോക്കാം. ദേക്കോ സൻസാർ പഹല സൻസാർ. ഫസ്റ്റ് എന്താ കൊടുത്തിരിക്കുന്നത്? സൻസാർ മീൻസ് വേൾഡ്, ലോകം, ദുനിയ. അപ്പോൾ സൻസാർ ദുനിയ. സെക്കൻഡ് വൺ റോസ് പ്രതിദിൻ, ഡെയിലി എന്നുള്ള മീനിങ്. ബീമാരി രോഗ്, സിക്ക്, ഇൽനെസ് എന്നൊക്കെ പറയും, അല്ലേ? രോഗത്തിന് പരിശ്രം മേഹനത്ത്, ഹാർഡ് വർക്ക്, കഠിനാധ്വാനമൊക്കെ എന്നൊക്കെ പറയാം. അതിന് താഴെയുള്ള വർക്ക് നോക്കൂ. പഹിച്ചാനെ ഔർ നമൂനയ്ക്ക് അനുസാർ ലിഖേ. മനസ്സിലാക്കിയിട്ട് മോഡൽ അനുസരിച്ച് എഴുതാനാണ്. നമൂന എന്ന് പറഞ്ഞാൽ മോഡൽ. ഈ രണ്ട് വർക്കും നന്നായിട്ട് ശ്രദ്ധിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ചാപ്റ്റർ ചഹ് ബഡാക്കോൻ നമ്മൾ ഒഴിവാക്കിയതാണ്, ഒമിറ്റിംഗ് ചാപ്റ്ററാണ്. നെക്സ്റ്റ് ചിമട്ട. ചിമട്ട മീൻസ് ടോങ്സ്, അല്ലേ? നമ്മളിങ്ങനെ പാത്രങ്ങളൊക്കെ ഇറക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കവണ. അപ്പോൾ ഈ ചാപ്റ്ററിൽ കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. പേശ പഹ്ചാൻ കർ ലിഖ്താ ഹൈ. അതായത് ഓരോ ജോബ്, അല്ലേ? അതിനെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ഡോക്ടർ, അതുപോലെ അലക്കുകാർ, വക്കീൽ, കിസാന്, സിപ്പായി, ഇങ്ങനെയുള്ള ജോലികളെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ 20 തക്ക് കി ഗിനത്തി ലിഖ്താ ഹൈ. 20 എന്ന് പറഞ്ഞാൽ 20, അല്ലേ? 20 വരെയുള്ള എണ്ണൽ സംഖ്യകൾ നമ്മൾ എഴുതാനും പഠിക്കണം. അതിന് ടീച്ചർ ഓൾറെഡി ഒരു വീഡിയോ സെൻഡ് ചെയ്ത് തന്നിരുന്നു. 1 से 20 തക്ക് പഠന ജറൂർ ഹൈ. ഒരു ഗ്രാൻഡ്മയും ഒരു ബേട്ടയും തമ്മിലുള്ള ഒരു ബ്യൂട്ടിഫുൾ സ്റ്റോറിയാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇതിൽ പന്നസംഖ്യ 33 ഗിനത്തി ക്രം സെ ലിഖേ, അല്ലേ? 11 से 20 തക്ക് യഹാം ദേത്താ ഹെ. ഇവിടെ 11 മുതൽ, അതായത് 11 മുതൽ 20 വരെയാണ് കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഓർഡർ ആക്കാനുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ 1 മുതൽ 20 വരെ നിങ്ങൾ പഠിക്കണം. നെക്സ്റ്റ് പേജ് 34 ജോഡേ ബനായെ കൂട്ടിച്ചേർക്കാൻ കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ സിപാഹി പട്ടാളക്കാരൻ, ധോബി അലക്കുകാരൻ, വക്കീൽ, കിസാൻ. ഈ ഭാഗം നന്നായിട്ട് നോക്കുക. സിപ്പാഹി സോൾജിയർ ദേശ് കി രക്ഷാ കർത്തേ ഹെ, അല്ലേ? രാജ്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ധോബി
കപ്പിട ധോത്തേ ഹെ, ഡ്രസ്സ് വാഷ് ചെയ്യുന്നു. വക്കീൽ വക്കാലത്ത് കർത്തേ ഹെ, അല്ലെ അഡ്വക്കേറ്റ് കേസ് വാദിക്കുന്നു. കിസാൻ ഖേത്തി കർത്തേ ഹെ, ഫാർമർ എന്ത് ചെയ്യുന്നു, കൃഷി ചെയ്യുകയും ചെയ്യുന്നു. ഈ കഹാനി സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ബുധവാർക്കോ ഈദ് ദി, അല്ലേ വെനസ്ഡേ ഈദായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ സ്റ്റോറി തുടങ്ങുന്നത് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് വീക്സ് ഡേയ്സ് പഠിക്കേണ്ടതാണ്. ടീച്ചർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. രവിവാർ, സോമവാർ, മംഗൾവാർ, ബുധവാർ, ഗുരുവാർ, ശുക്രവാർ, ശനിവാർ. അപ്പോൾ ആഴ്ചകളുടെ ദിനങ്ങളുടെ ഹിന്ദി വേർഡ്സ് പഠിക്കണം. പിന്നെ പേജ് നമ്പർ 35 ലാസ്റ്റ് ഒരു വാർത്താലാപം കൂടി ഈ ചാപ്റ്ററിൽ വരുന്നുണ്ട്. വാർത്താലാപം മീൻസ് കോൺവെർസേഷൻ. ആര് തമ്മിലുള്ളതാണ് കോൺവെർസേഷന്? ദാദിയും മാമയും ഹാമിദും തമ്മിലുള്ള, അല്ലേ ദാദി മുത്തശ്ശി അമ്മയും ഗ്രാൻഡ്മയും ഈ കുട്ടിയും തമ്മിലുള്ളൊരു കോൺവെർസേഷനാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാനേ ഉണ്ടാവുള്ളൂ. കോൺവെർസേഷനും ഒന്നായിട്ട് ഒറ്റയടിക്ക് എഴുതാൻ ഉണ്ടാവില്ല. അപ്പോൾ ഇടയ്ക്ക് തന്നിട്ട് ബാക്കി ഫില്ല് ചെയ്യാൻ വേണ്ടി മാത്രമേ ഉണ്ടാവുള്ളൂ. छात्र प्लीज़ लिसन, राइट एंड स्टडी वेरी वेल. आपका रिविजन क्लास यहाँ समाप्त हुई. धन्यवाद.